നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാഗ്പൂരിൽ 26ാം വിവാഹ വാർഷിക ദിനത്തിൽ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രമുഖ ഹോട്ടലുകളിൽ ഷെഫായി ജോലി ചെയ്തിരുന്ന ജെറിൻ ഡാംസൺ, ഭാര്യ ആനി എന്നിവരാണ് മരിച്ചത്. 47-46 വയസ്സാണ് പ്രായം. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വിരുന്ന് നടത്തിയ ഇരുവരുടെയും മരണവാർത്തയാണ് പുലർച്ചെ കുടുംബാംഗങ്ങളെ തേടിയെത്തിയത്. ആത്മഹത്യക്കുറിപ്പോ വിൽപത്രവും കണ്ടെത്തിയെങ്കിലും എന്തിനാണ് ജീവൻ ഒടുക്കിയതെന്ന് വ്യക്തമല്ല. മക്കളില്ലാത്തതിന്റെ ദുഃഖം അലട്ടിയിരുന്നതായി ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. ആദ്യമാനിയാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് നിഗമനം. ഇവരുടെ മൃതദേഹം കട്ടിലിൽ കിടത്തി വെള്ളപ്പൂക്കൾ കൊണ്ട് കിടക്ക അലങ്കരിച്ച് വെള്ള തുണി പുതപ്പിച്ച നിലയിലായിരുന്നു. ഒരുപക്ഷെ ഭാര്യ ആത്മഹത്യ ചെയ്ത് മരണം ഉറപ്പാക്കിയതിനു ശേഷം ഭർത്താവായിരിക്കാം ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക. ഭാര്യയുടെ മൃതദേഹം അലങ്കരിച്ച ശേഷമാണ് ജെറിൻ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിക്കുക എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമൂഹ മാധ്യമത്തിൽ ആത്മഹത്യക്കുറിപ്പും വിൽപത്രവും പങ്കിട്ടിട്ടുണ്ട്. മരണത്തിൽ ആരും ഉത്തരവാദികളല്ലെന്നാണ് കുറിപ്പിലുള്ളത്. ഇരുവരുടെയും ആഗ്രഹം പോലെ ഒരേ ശവപ്പെട്ടിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കോവിഡിന് മുൻപ് ഹോട്ടലുകളിൽ ഷെഫായി ജോലി ചെയ്തിരുന്ന ജെറിൻ പിന്നീട് ജോലി ഉപേക്ഷിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും സൂചനയുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 5:45 സമൂഹ മാധ്യമത്തിൽ ആത്മഹത്യക്കുറിപ്പും സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നു. അത് കണ്ട് അയൽവാസി ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യയാണെന്നും കേസിൽ ദുരൂഹതമില്ലെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇരുവരുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും അസ്വാഭാവികമായ രീതിയിൽ മറ്റൊരു ആത്മഹത്യയും റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട്ടിൽ പഴയ വൈത്തിരിയിൽ സ്വകാര്യ റിസോർട്ടിൽ പുരുഷനും സ്ത്രീയും തൂങ്ങി മരിച്ച സംഭവത്തിലും കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി നടേരി ഓർക്കിഡ് ഹൗസിൽ പ്രമോദും ഉള്ളേരി നാറാത്ത് ബിൻസി എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ റിസോർട്ടിന് സമീപത്തെ അത്തിമരത്തിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. ഇരുവരും ഇടയ്ക്കിടെ റിസോർട്ടിൽ എത്തിയിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. റിസോർട്ടിന് പുറകിലെ അത്തിമരത്തിലാണ് തൂങ്ങിയത്. ഇതിനായി പുതിയ കയർ വാങ്ങി കരുതിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് റിസോർട്ട് ജീവനക്കാർ ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. റിസോർട്ടിന്റെ പുറകുവശമായതിനാൽ ഇവിടേക്ക് ശ്രദ്ധ എത്തിയിരുന്നില്ല. റിസോർട്ട് ജീവനക്കാർ അറിയിച്ചതിനനുസരിച്ചാണ് പോലീസ് എത്തിയത്. ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രമോദ് നേരത്തെ നാറാത്ത ഫർണിച്ചർ കട നടത്തിയിരുന്നു. ഇവിടെ വെച്ചാണ് ഇവർ പരിചയപ്പെട്ടതെന്നാണ് സൂചന. ഷൈജയാണ് പ്രമോദിന്റെ ഭാര്യ. 2 മക്കളുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ജീവനക്കാരനായ രൂപേഷ് കുന്നമംഗലമാണ് ബിൻസിയുടെ ഭർത്താവ്. ഇവർക്കും 2 മക്കളുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ഇവരെ റിസോർട്ടിൽ മുറിയെടുത്തതെന്നും ജീവനക്കാർ പറഞ്ഞു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. മരണകാരണം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് സൂചിപ്പിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ്.